ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ വീഡിയോ. ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. കപ്പലണ്ടി മിഠായി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനകം തന്നെ നമുക്ക് ശർക്കര ഉരുക്കാൻ വെക്കണം. ആ സമയം കൊണ്ട് നമുക്ക് കപ്പലണ്ടി വൃത്തിയാക്കി എടുക്കാൻ തൊലി കളഞ്ഞ് ഒരു കപ്പലണ്ടി രണ്ടാക്കി എടുക്കണം. എന്നിട്ട് ശർക്കര ഉരുകി വരുമ്പോഴേക്കും അത് അരിച്ചെടുത്തതിന് ശേഷം പിന്നീട് അതിലേക്ക് സോഡാപ്പൊടി ചേർക്കണം. ഇതിപ്പോൾ അരിച്ചെടുത്ത ശർക്കരയാണ് വീണ്ടും വെച്ചത്. അങ്ങനെ നമ്മുടെ അടുത്ത് സോഡാപ്പൊടിയും കൂടി ചേർത്ത് വരുമ്പോൾ ചെറുതായിട്ട് പൊങ്ങി വരും, നോക്കണം. എന്നിട്ട് നല്ല രീതിയിൽ കുറുകി ഇടണം. ആ സമയം കൊണ്ട് നമുക്കൊരു പാത്രത്തിലോട്ട് കുറച്ച് എണ്ണ തേച്ച് വെക്കാം. നമ്മളുടെ കയ്യിൽ പ്രത്യേകിച്ച് മോൾഡോ കാര്യങ്ങളോ ഒന്നുമില്ല, അതുകൊണ്ടാണ് പാത്രം സാധാ സ്റ്റീൽ പ്ലേറ്റ് എടുത്തേക്കുന്നത്. പിന്നീട് ശർക്കരപ്പാനി കറക്റ്റ് പാകമാണെന്നറിയാൻ ഇതുപോലൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇങ്ങനെ കുറച്ച് 3-4 തുള്ളി ഇട്ടിച്ച് കൊടുക്കുക. എന്നിട്ട് അത് നമുക്ക് കൈവച്ച് എടുക്കുമ്പോൾ ഒരു കട്ട പോലെ കിട്ടുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാറ്ററി കറക്റ്റായി വന്നെന്ന് നമുക്കറിയാൻ പറ്റും. ഇപ്പോൾ അത്ര കറക്റ്റായിട്ടില്ല, നൂല് പോലെ വലിയുന്നുണ്ട്. നല്ലപോലെ കട്ടിയാവണം. അങ്ങനെ കിട്ടുകയാണെങ്കിൽ ഇത് കറക്റ്റ് പരുവായെന്നാണ് അർത്ഥം. ഞാൻ പിന്നെ കുറച്ച് നേരം കൂടെ വെച്ചിട്ട് ഇത് ഇത്രയും കൂടെ ഒന്ന് കട്ടാക്കി എടുത്ത് ഒരുപാട് നേരം വെക്കില്ല. ഈ ടൈമിൽ തീ കുറച്ച് വെക്കണം. ഇതിപ്പോൾ കറക്റ്റായിട്ടുണ്ട്. കപ്പലണ്ടി ഇതിലേക്ക് തട്ടി കൊടുക്കുക. കപ്പലണ്ടി ചേർത്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്താൽ മതി. അത് കഴിഞ്ഞ് ഉടനെ നമുക്ക് തീ ഓഫ് ചെയ്യണം. പെട്ടെന്ന് തന്നെ നമുക്ക് പാത്രത്തിലേക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. അങ്ങനെ സാധനം ഇവിടെ ഏകദേശം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. എല്ലാ ഭാഗത്തേക്കും ഇത് കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് റൂം ടെമ്പറേച്ചറിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു 3-4 മണിക്കൂറിനുള്ളിൽ ഇത് കറക്റ്റായിട്ട് സെറ്റായി കിട്ടും. നിങ്ങൾക്ക് അത്രയും ക്ഷമയില്ലാത്തവരാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഇതിനെ ചൂട് ചെറുതായിട്ടൊന്ന് മാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കുക. അന്നേരം ഏകദേശം നമുക്കിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചാൽ ഞാൻ എടുത്തേക്കുന്നത്. അതിൻ്റെ വട്ടം കണ്ടില്ലേ, ചെറുതായിട്ട് വെള്ള വര പോലെ, അത് വെളിച്ചെണ്ണയാണ് കട്ടിയായി കിടക്കുന്നത്. ഞങ്ങളുടെ വീട്ടിലെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അവർക്ക് അന്നേരം വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഫ്രിഡ്ജിൽ വെച്ച് ശരിയാക്കി എടുത്തതാണ്. ഇപ്പോൾ നമ്മുടെ കപ്പലിൻ്റെ മിഠായി ഏകദേശം റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് എളുപ്പം ശരിയാക്കി എടുത്ത്. കുഞ്ഞുങ്ങൾ വാശി പിടിച്ചുകൊണ്ടാണ്. നിങ്ങൾക്ക് സമാധാനത്തിൽ ചെയ്യാം. ഇവിടെ നമുക്ക് ഏകദേശം റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കപ്പലിൻ്റെ മിഠായി ഇവിടെ റെഡിയായി. നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ ബൈ.